മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ ആലപ്പുഴ ബീച്ചിലെ കടകൾ ഒരു ദിവസം മുഴുവൻ അടച്ചിടാൻ ഉത്തരവിട്ടതിൽ വിശദീകരണവുമായി പോലീസും സിപിഎമ്മും. നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് ജില്ലാ പോലീസ് മേധാവി. വേദിക്ക് സമീപമുള്ള ഏതാനും കടകൾ മാറ്റാനാണ് നിർദ്ദേശിച്ചതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറിയും വിശദീകരിച്ചു. വൈകുന്നേരം 4 മണിക്ക് ശേഷം ആലപ്പുഴ ജില്ലയിൽ മുഖ്യമന്ത്രിക്ക് 2 പൊതുപരിപാടികളുണ്ട്. SNDP യോഗം ജനറൽ സെക്രട്ടറിയായി 30 വർഷം പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളി നടേശനുള്ള സ്വീകരണം 4-ന് ചേർത്തലയിൽ, 6 മണിക്ക് KPMSന്റെ സംസ്ഥാന സമ്മേളന ഉദ്ഘാടനം ആലപ്പുഴ കടപ്പുറത്തും. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ കാരണങ്ങളാൽ വെള്ളിയാഴ്ച ദിവസം കടകൾ തുറക്കാൻ പാടില്ലെന്ന് ഇന്നലെ സന്ധ്യയ്ക്ക് ശേഷമാണ് കടയുടമകൾക്ക് നോട്ടീസ് നൽകിയത്. വൈകുന്നേരം മുഖ്യമന്ത്രി എത്തുന്നതിന് രാവിലെ മുതൽ എന്തിന് കടകൾ അടച്ചിടണമെന്നാണ് ഉയരുന്ന ചോദ്യം. ആകെ പറഞ്ഞിരിക്കുന്നത് 38 കടകളാണ്, 27-ഉം 11-ഉം ഷോപ്സ് ഓൺ വീസ് കമ്മീഷണറും അത് അവിടുന്ന് മൂവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. മൂവ് ചെയ്യാത്തതിനെ കൊണ്ടാണ് പിന്നെ അടയ്ക്കാൻ പറയേണ്ട ആവശ്യം വന്നത്. 27 കടകൾ ടോട്ടൽ തൊട്ടടുത്തുള്ളത്, 11 എണ്ണം കൊമേഴ്ഷ്യൽ ഗ്യാസ് ഉപയോഗിക്കുന്നതിന് പകരം ഇതിനു മുമ്പ് എത്രയോ പ്രാവശ്യം നോട്ടീസ് കൊടുക്കാറുള്ളതാണ്. കൊമേഴ്ഷ്യൽ ഗ്യാസിന് പകരം ഡൊമസ്റ്റിക് ഗ്യാസ് ഉപയോഗിക്കുന്നു. വിവാദമായതോടെ CPM ജില്ലാ സെക്രട്ടറി നേരിട്ട് സ്ഥലത്തെത്തി. മാധ്യമങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്ന് വിമർശനം. ഇന്നലെ ഇവിടെ വന്നുകൊണ്ട് അവർ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ആരുടെ പോലീസുകാർ ഉദ്ദേശിച്ച് പറഞ്ഞു ഇതൊക്കെ അടയ്ക്കണമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ ഈ ഗ്യാസ് വയ്ക്കരുത്. വലിയ ഗ്യാസ് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തായാലും സെക്യൂരിറ്റി ഇല്ലാത്ത കടകളല്ലേ, അതിനകത്ത് ഗ്യാസ് വെച്ച് മുഖ്യമന്ത്രിയുടെ പരിപാടിയില്ല, സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതെങ്ങും അനുവദിക്കില്ല. അതേ ഉള്ള വേറെ പ്രശ്നമൊന്നുമില്ല. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് വഴിയൊഴുക്കുന്നതിന് വ്യാപാരികൾ സഹകരിക്കാതിരുന്നതാണ് പോലീസിനെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് 2 കടകൾ നിർബന്ധിതമായി സ്ഥാനമാറ്റം വരുത്തി പുതിയ താൽക്കാലിക റോഡ് പണിതു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.